അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് അവധിയിലായിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു ജോലിയിൽ രാജിവെച്ചു. 15 ദിവസത്തെ മെഡിക്കൽ ലീവും കഴിഞ്ഞ് ഇന്നലെ കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. ഉച്ചിറ ചങ്ങരൻകുളങ്ങര സ്വദേശി പങ്കജ് മേനോനാണ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കല്ലമ്പലത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പങ്കജിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് കൊലപാതകമെന്നാണ് നിഗമനം. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ജൂൺ വരെ ഇന്ത്യയിൽ ചൂട് കൂടുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യകിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടുതൽ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. തമിഴ്നാട് നീലഗിരിയിൽ പാസ് നടപടിക്രമങ്ങൾ, ഭൂപ്രശ്നം, ടൂറിസം സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ഇന്ന് പൊതുപണിമുടക്ക്. കേരളത്തിൽ നിന്നും കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ സംഘടന ജില്ലയിൽ 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. ബലൂചിസ്ഥാനിലെ ഉദാൽ നഗരത്തിനടുത്തായാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള തീരുവ പ്രഖ്യാപനം പ്രാദേശിക സമയം വൈകിട്ട് 4 മണിക്ക് നടക്കും. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ 1:30-ക്കാണ് പ്രഖ്യാപനം നടക്കുക. ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന പുതിയ തീരുവകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് സ്ഥിരീകരിച്ചു. ബോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. ചൊവ്വാഴ്ച ലോസ് ഏഞ്ചലസിൽ വെച്ചായിരുന്നു മരണം. ന്യൂമോണിയാണ് മരണകാരണം. ബാറ്റ്മാൻ ഫോറെവർ ചിത്രത്തിലെ ബാറ്റ്മാൻ, ദി ഡോർ എന്ന ചിത്രത്തിലെ ജിം മോറിസൺ എന്ന കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനാണ് വാൽകിൽ. കടുവാഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട വയനാട് തിരുനെല്ലി സർവാടി ഉന്നതി നിവാസികൾ. വളർത്തുമൃഗങ്ങളെ കടുവയിൽ നിന്ന് സംരക്ഷിക്കാൻ ഉറക്കമൊഴിഞ്ഞ് തൊഴുത്തിന് സമീപം കാവലിരിക്കുകയാണ് നാട്ടുകാർ. തൃശൂർ ചാലക്കുടിയിൽ പുലിക്കായുള്ള പരിശോധന ഊർജിതമാക്കി വനം വകുപ്പ്. പുലിയുടെ സാന്നിധ്യം അറിയാനായി 100 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കണ്ണമ്പുഴ ക്ഷേത്രം മുതൽ കോട്ടാറ്റ് വരെയുള്ള പ്രദേശങ്ങളിലായി 23 കെട്ടിടങ്ങളിലായാണ് ദൗത്യസംഘം പരിശോധന നടത്തിയത്. മലപ്പുറം എടക്കര ചുരുളിക്കുളത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുളം ശുചീകരിക്കാനെത്തിയ DYFI പ്രവർത്തകരാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തുടർന്ന് എക്സൈസ് സംഘം സ്ഥലത്തെത്തി. തിരുവനന്തപുരം പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടി. 455-ാം മുറിയിൽ നിന്നാണ് 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. മുറിയിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ 15 മുറികളിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. തിരുവനന്തപുരത്ത് MDMAയുമായി യുവാക്കളെ പോലീസ് പിടികൂടി. പുല്ലുവിട സ്വദേശി ഷിബു, ഡിസൂസ്, ജൂഡ് ഹോസ് എന്നിവരാണ് പിടിയിലായത്. ഷിബുവിന്റെ വീട്ടിൽ നിന്ന് 10.89 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവരുന്ന MDMA വിൽപ്പന നടത്തി വരികയായിരുന്നു ഇവർ. കരുനാഗപ്പള്ളി താലൂക്കിൽ എക്സൈസിന്റെ പരിശോധനയിൽ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത്.
കൊല്ലത്ത് കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും MDMA വിതരണം നടത്തിയ യുവാവ് പിടിയിലായത് നൈജീരിയൻ സ്വദേശി ആഗ്ബേട്ടു സോളവൻ. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ മതിലകത്ത് യുവാവിനെ ഇടിവള കൊണ്ടിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിലായത് പതിയാശ്ശേരി സ്വദേശി നബീൽ. സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന മഹബൂബ് ബസ് ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിക്കാണ് മർദ്ദനമേറ്റത്. ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി മുഹമ്മദിനെതിരെ കുറ്റ്യാടി പോലീസ് കേസെടുത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലിൽ രതിക്കാണ് മർദ്ദനമേറ്റത്. സ്വത്ത് തർക്കമാണ് മർദ്ദനത്തിന് കാരണം, രതി പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. എറണാകുളം ബാറിലുണ്ടായ ആക്രമണത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. വെള്ളൂർക്കുന്നം സ്വദേശി ഷറഫ്, സഹോദരൻ മുബീൻ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിൽ തുറസായ സ്ഥലത്തിരുന്ന് ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഭരണോത്സവത്തിനിടെ മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. വയനാട് ചീരാൾ സ്വദേശിയായ മണി എന്ന് വിളിക്കുന്ന കണ്ണനാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂരിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. കണ്ണൂരിൽ നിന്നും വിരാജ്പേട്ടയിലേക്ക് പോവുകയായിരുന്ന ക്ലാസ് ബസ്സും ഇരിട്ടി ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബസ് ഡ്രൈവർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്ക്. ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ നാട്ടുകാർ ബസ് കുത്തിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇടുക്കി ബൈസൺ വാലിക്ക് സമീപം വാഹനാപകടം. പാലത്തിന്റെ കൈവരികൾ തകർത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട പന്തളം MC റോഡിൽ വാഹനാപകടത്തിൽ 59-കാരന് ദാരുണാന്ത്യം. ഏഴംകുളം സ്വദേശി മുരുകനാണ് മരിച്ചത്. പന്തളം ഭാഗത്തു നിന്ന് വന്ന മിനി ലോറിയും അടൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡെലിവറി ബോയ് മരിച്ചു. ഏറിയാട് സ്വദേശി ഷാഹിർ സമ്മാനാണ് മരിച്ചത്. ജോലിക്കിടെ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാഹിർ സമ്മാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം വലിയശാലയിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പിനിടെ ആനപ്പുറത്ത് നിന്ന് വീണ് മേൽശാന്തിക്ക് പരിക്ക്. കാവിൽക്കടവ് കോവിലിലെ മേൽശാന്തിക്കാരനായ പത്മനാഭനാണ് പരിക്ക് പറ്റിയത്. ഇത് പുലർച്ചെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ പത്മനാഭനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉറങ്ങിപ്പോയതാകാം താഴെ വീഴാൻ കാരണമെന്നാണ് സംശയം. തൃശൂർ കുന്നംകുളത്ത് മാളിലുണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് അടച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ എബി മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി കാഞ്ചിയാർ പള്ളിക്കവല ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ നിന്ന് 2 ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടതായി നാട്ടുകാർ. കാഞ്ചിയാർ പള്ളിക്കവലയിലും വ്യാപാര സ്ഥാപനങ്ങളിലെയും മോഷണം നിവാസികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. കൊല്ലം പയ്യനാട് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 14 പേർക്ക്. പയ്യനാട് സി കേശവൻ ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ശശി കരുണാകരൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മില്ലുടമകൾ അമിതമായ കിഴിവ് ആവശ്യപ്പെടുന്നതിനെതിരെ ആലപ്പുഴ മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസ് നെൽകർഷകർ ഉപരോധിച്ചു. നെൽകർഷകരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. നെൽ സംഭരണം വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിനെ തുടർന്ന് സമരസമിതി കൂടിയാലോചിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു.
ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച ഗുണനിലവാരമില്ലാത്ത കന്നുകാലികളെ ഗുണഭോക്താക്കൾ വാങ്ങാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്ന് ഇറച്ചി കച്ചവടക്കാർക്ക് വിറ്റ് ലക്ഷങ്ങൾ തട്ടി. സംഭവത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരെതിരെ നടപടി ആവശ്യപ്പെട്ട CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറ്റിനറി പോളിക്ലിനിക് ഉപരോധിച്ചു. വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. തിരുവനന്തപുരം മാർട്ടെക് മാളിൽ ഇന്നലെ രാത്രി ചിത്രം പ്രദർശിപ്പിച്ചു. പുതിയ പതിപ്പിൽ വെട്ടിയത് 24 ഭാഗങ്ങൾ. നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന മരണമാസ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വിഷുവിന് റിലീസ് ചെയ്യും. വടിവേലുവും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മാരീഷ്യൻ ചിത്രം റിലീസിനൊരുങ്ങുന്നു. 2023 റിലീസ് ചെയ്ത മാമന്നൻ ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീഷ്യൻ. ചിത്രം 2025 ജൂലൈയിൽ റിലീസ് ചെയ്യും. ഉർവശിയെ കേന്ദ്ര കഥാപാത്രമാക്കി എവർസ്റ്റാർ ഇന്ത്യൻസിന്റെ ബാനറിൽ ഉർവശി, ഫോസിൽ ഹോൾഡിംഗ്സ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന എൽ ജഗദമ്മ 7ാം ക്ലാസ് B മെയ് 2 തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ ശിവപ്രസാദാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിൽ 50-ലധികം പുതുമുഖങ്ങളും അഭിനയിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ബംഗളൂരു 3ാം ജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. 2ാം ജയമാണ് ഗുജറാത്ത് ലക്ഷ്യമിടുന്നത്. IPL പഞ്ചാബ് കിങ്സിന് തുടർച്ചയായ 2ാം ജയം. 8 വിക്കറ്റിനാണ് ലക്നൌ സൂപ്പർ ജയൻസിനെ തകർത്തത്. ലക്നൌ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം 22 പന്ത് ബാക്കി നിൽക്കെ പഞ്ചാബ് മറികടന്നു. വൈറ്റിലയിലെ ചന്ദേർ കുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ. മെട്രോ തൂണുകൾക്കും പാളത്തിനുമെല്ലാം ഇതിന്റെ ആഘാതമേൽക്കുമോ എന്ന് പഠിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഭരണകൂടത്തിന് കത്ത് നൽകി. എറണാകുളം മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ മാലിന്യം നീക്കാത്തതിൽ ഒറ്റയാൾ സമരം നടത്തി MJ ഷാജി. നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പുരഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു. ഇടുക്കി രാജകുമാരി സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. രാജകുമാരി സൗത്ത് യൂണിറ്റിലെ വ്യാപാരികൾക്കും സൗജന്യമായിട്ടാണ് സംഘടന വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി അടിമാലി മേഖലയുടെ വാർഷിക സമ്മേളനം നടന്നു. അടിമാലി സർക്കാർ ഹൈസ്കൂളിലായിരുന്നു പരിപാടി നടന്നത്. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം PA തങ്കച്ചൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം അഷ്ടമുടി കായലിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി 2ാം ഘട്ട കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മേയർ ഹണി ബെഞ്ചമിൻ കടലിന്റെ മക്കൾ കൂട്ടായ്മയുടെ പ്രസിഡന്റ് A പീറ്ററിന് കണ്ടൽ തൈ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. എമ്പുരാൻ സിനിമയിലെ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ മച്ചാട് വിദ്വാൻ എളയ സ്മാരക വായനശാലയിൽ വായന വസന്ത പരിപാടി ഉദ്ഘാടനവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും നടത്തി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. തൃശൂരിലെ അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി വിഹിത വിനിയോഗത്തിൽ 100% പൂർത്തിയാക്കി ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കേരള സംസ്ഥാനത്തിൽ 5ാം സ്ഥാനത്താണ് അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്.
തൃശൂരിലെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ VM ജോണി അധ്യക്ഷനായി. തൃശൂർ കലാസഥൻ നൃത്ത വിഭാഗം 10 ദിവസങ്ങളിലായി നടത്തുന്ന വെള്ളിച്ചിലങ്ക നൃത്തശില്പശാല ഫാദർ ജിയോ തെക്കിനിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു ജെ കവലക്കാട്ട് അധ്യക്ഷനായി. ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്ന അവാർഡ് ജേതാവായ നൃത്ത അധ്യാപിക സൂസൻ പോളിയെ പൊന്നാട ചാർത്തി അനുമോദിച്ചു. തൃശൂർ പാവറട്ടിയിൽ ലോക നാടക ദിനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രശസ്ത നാടക സംവിധായകൻ സൈലു ചാപ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ക്ഷീര കർഷക ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വലിയമല ISROയുടെ സമീപത്തെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. സ്ഥലമേറ്റെടുക്കലിൽ വരുന്ന പരാതികൾ സൗഹൃദപരമായി ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി GR അനിൽ യോഗത്തിൽ അറിയിച്ചു. കൊച്ചിയിലെ നാവികത്താവളത്തിലെ പുതിയ നോർത്ത് ജെട്ടിയുടെ ഉദ്ഘാടനം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള നാവിക കപ്പലുകളും സഹായ കപ്പലുകളും അടുപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ജെട്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചുവന്ന മണ്ണ പൂവൻചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് 900 മീറ്റർ ദൂരമുള്ള റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഓഫീസും KVSM ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റും ചേർന്നാണ് സംഘടിപ്പിച്ചത്. തൃശൂർ വെങ്കിടങ്ങിൽ ഖത്തർ KMCC മണലൂർ നിയോജക മണ്ഡലം റിലീഫ് ഫണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ സഹായമാണ് ഖത്തർ KMCC മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘാടക ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപന തല ശുചിത്വ പ്രഖ്യാപനവും അഡ്വക്കേറ്റ് രാജ MLA നിർവഹിച്ചു. തൃശൂരിൽ CPIM മണലൂർ ലോക്കൽ കമ്മിറ്റി മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനുമെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി നഗരത്തെ ശുചിത്വ നഗരമായി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന വിളംബര റാലിയും സംഘടിപ്പിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഒളകര ഉന്നതിയിലെ വനാവകാശ രേഖ ലഭിച്ചവരുടെ സംഗമം നടത്തി. ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയവരെ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അഭിനന്ദിച്ചു. ചടങ്ങിൽ മന്ത്രി ഒളകര ഉന്നതിയിലുള്ളവർക്കുള്ള സ്നേഹോപഹാരം നൽകി. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ ഫെഡറേഷനായ DAWF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. കട്ടായിക്കോണം സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന മെമ്പർഷിപ്പ് വിതരണം കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനും പഠന ക്ലാസിന്റെ ഉദ്ഘാടനം ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജും നിർവഹിച്ചു. തൃശൂർ ഒല്ലൂർ പടരാടി ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമുദായ ശാക്തീകരണ സെമിനാറും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു.
തൃശൂർ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട വികസനവുമായി ബന്ധപ്പെട്ട അവലോകനം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 95 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ച പ്രവൃത്തി വൈകാതെ ആരംഭിക്കും. തൃശൂരിലെ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ വിളംബര ജാഥയും പ്രഖ്യാപനവും നടന്നു. തെക്കുംകര പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ആദ്യകാല സോഷ്യലിസ്റ്റ് തോമസ് ജേക്കബിന്റെ 15ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ജനതാദൾ ചങ്ങനാശ്ശേരിയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തകളുടെ പ്രസക്തി എന്ന സെമിനാറും നടത്തി. തൃശൂർ മറ്റത്ത് ആദര സദസ്സ് സംഘടിപ്പിച്ചു. സംഘാടന രംഗത്ത് 33 വർഷക്കാലം പ്രവർത്തിച്ച മാതൃഭാഷാ അധ്യാപകൻ AD ആൻഡ്രു മാസ്റ്ററെ ആദരിച്ചു. ചടങ്ങ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ നിർവഹിച്ചു. തൃശൂരിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ബസലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ തോമസ് കാക്കശ്ശേരി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ TK അന്തോണി അധ്യക്ഷനായി. നെടുമങ്ങാടിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത ജോയിന്റ് കൌൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ജീവനക്കാർ. സിന്തറ്റിക് ലഹരി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ഭരണകൂട നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ജോയിന്റ് കൌൺസിൽ ചെയർമാൻ KP ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. നെടുമങ്ങാട് KSHB ഹാളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം PN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയേകാൻ നേത്രദാന സമ്മതപത്രവുമായി കത്തോലിക്ക കോൺഗ്രസ്. മരണശേഷം നേത്രദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്ര വിതരണോദ്ഘാടനം പുത്തൻപീടിക സെന്റ് ആന്റണി പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി. കേരള ലിറ്ററൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 1962 വർഷത്തിലെ SSLC വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പഴയ ഓർമ്മകൾ പങ്കുവച്ച് 63 വർഷത്തിന് ശേഷമാണ് ഇവർ സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നത്. പാലക്കാട് തൃത്താലയിൽ വനിതകൾക്കായി ജെൻഡർ റിസോഴ്സ് സെന്റർ തുറന്നു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും നടന്നു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തകൾ പൂർണ്ണമാക്കും.